ജനസമൂഹത്തിന് ഓരോ ഫെറ്റിഷുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഫെറ്റിഷിൽ നമുക്ക് പെടാൻ പറ്റില്ല. ഫെറ്റിഷിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ബി സക്സസ്ഫുൾ. നമുക്ക് ഈ ഒരു 40 വർഷത്തിനോ 50 വർഷത്തിനോ മുൻപിൽ ഒരു ജീവിതം ഉണ്ടായിരുന്നെന്നും നമ്മൾ അവിടെ നിന്നാണ് വന്നിട്ടുള്ളതെന്നും അങ്ങനെയുള്ളൊരു റെഫറൻസസ് ഇങ്ങനെയുള്ള ഇമേജുകൾക്കില്ല. ഇപ്പോൾ ഉള്ള പുതിയ പുതിയ സംഗതി നമുക്ക് അങ്ങനെ ഇപ്പോൾ ഒരു 100 വർഷം മുന്നാടിയുള്ള സദേൺ ഇന്ത്യൻ ആൾക്കാരെ കുറിച്ചോ അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഐഡിയയും നമ്മുടെ പുതിയ ആൾക്കാർക്കില്ല. പുതിയ ആർട്ടിസ്റ്റുകൾക്കൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല അവർ. എന്നാൽ പുതിയ സംഭവങ്ങളെക്കുറിച്ചും യാതൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ AI ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് സ്ട്രക്കായിപ്പോയ ജനവിഭാഗമാണ്. അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയുമ്പോൾ 70s തൊട്ട് 90s സ്ട്രക്കായിപ്പോയി. അത് തിരുനങ്ങകളുടെ ബോഡിയെ അല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നുവരെയും തിരുനങ്ങകളെ കുറിച്ചിട്ട് എടുത്തിട്ടുള്ള എല്ലാ ഇമേജസും അവരുടെ ബോഡിയെക്കുറിച്ചും അവരുടെ സെക്ഷുവാലിറ്റിനെ കുറിച്ചിട്ടുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ സോഷ്യോളജിക്കൽ, അവരുടെ സാമൂഹികപരമായ പൊസിഷനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ അപരത്വത്തെ കുറിച്ചിട്ട് ആരും സംസാരിച്ചിട്ടില്ല. പക്ഷെ അതിനുള്ളൊരു ശ്രമമായിരുന്നു ആ സംഗതി. അത് ശരിക്കും അങ്ങനെ ഒരു നോട്ടം, അങ്ങനത്തെ ഒരു കാലമൊക്കെ ആയിരുന്നു അത്. 5 years വർക്ക് ചെയ്ത് ഞാൻ അതിനുവേണ്ടി. ഇയാളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ, തുളസി ഉണ്ട് കൂടെ എപ്പോഴും. ബിക്കോസ് അതൊരു ശരിയായിട്ടും അവരുമായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു എസ്ട്രേഞ്ചറായിട്ടുള്ള ഒരു ഫീലിംഗേ ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ എനിക്ക് മിക്കവാറും ഈ 5 വർഷം ഞാൻ തുടർച്ചയായിട്ട് പോയിട്ടുള്ളത് കൊണ്ടിട്ട് പിന്നെ വഴിയിലൊക്കെ വെച്ച് ഇവരെ കാണുകയും പല സമയത്തും എല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ ഈ ലൈംഗിക തൊഴിലാളികളാണ് അധികം പേരും. പക്ഷെ അവിടെയുള്ള ഈ തിരുനങ്കകൾ, പക്ഷേ അവിടെ ഓഫറിങ്ങിന് വന്ന ഒരു ജനവിഭാഗമുണ്ട്. അതുണ്ടെങ്കിൽ ശരിക്കും ഒരു ക്ലോസറ്റ് തിരുനങ്കകളാണ് ബേസിക്കായിട്ട്. അവർ സാധാരണ കുടുംബജീവിതം നയിക്കുകയും അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു കൊല്ലത്തിലൊരിക്കൽ മാത്രം അവരിവിടെ വന്നിട്ട് അവർ വേറൊരാണിനെ കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര സോഷ്യോളജിക്കൽ സംഗതിയാണത്. അത് ഉണ്ടാക്കുന്ന ഒരു ഫ്രീഡം വളരെ വലുതാണ്. അങ്ങനെയുള്ള ആ ഒരു ഇവൻ്റ്, അത് ഒരു വളരെ നീഡഡ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. അതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനത്തെ ഇവൻറ്റുകളെല്ലാം തന്നെ റിലീജിയസ് ആയിട്ടുള്ളൊരു കൊണോട്ടേഷനിൽ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ. അതിനുവേണ്ടി ആയിരുന്നില്ല അത്. അവിടെ പല റിലീജിയസിലുള്ള ആൾക്കാരും പല റിലീജിയനിലുള്ള ആൾക്കാരും അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണത്. ചെറിയ ഗ്രാമമാണ്. സാധാരണ കൊല്ലത്തിൽ ആ ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു കൊല്ലത്തിലെ ഒരു 7 ദിവസത്തിലല്ലാതെ സാധാരണ ഒരു കർഷക വില്ലേജാണ്. അവിടെ യാതൊന്നും തന്നെ ഇല്ല. പക്ഷെ ഇത് വരാൻ നേരത്ത് അവിടെയുള്ള ആളുകളുടെ ആ ഗ്രാമത്തിലുള്ള അയൽ ഗ്രാമത്തിലുള്ള ആളുകൾ ഇതിനോട് സഹകരിക്കുന്നതും ഇതിനോട് അവർക്ക് അവരുടെ ഓപ്പൺനെസ്സും ഒക്കെ വളരെ വലുതാണ്. കണ്ടുപഠിക്കേണ്ടതാണ് ശരിക്കും. ഇന്ത്യൻ ആളുകളും ഇന്ത്യൻ പൊളിറ്റീഷ്യന്മാരൊക്കെ അത് ശരിക്കും എങ്ങനെയാണ് ഇന്ത്യൻ ജനത ഇവരെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യണം. അവിടെ ഞാൻ ഈ 5 വർഷം പോയിട്ടും ഒരിക്കൽ പോലും ഒരു വയലൻസോ ഒരു അടിപിടിയോ ഒരു പോലീസ് ലിറ്റിഗേഷനോ ഒന്നും തന്നെ ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത്രയധികം സെക്ഷലി ചെറിയ തീപാർന്ന സ്ഥലമാണ്. അത്ര ഭയങ്കര സെക്ഷലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ഒരു തരത്തിലുള്ള അങ്കലാപ്പില്ലാതെ നടക്കുന്നു. മനസ്സിലായ? അത് ശരിക്കും സത്യത്തിൽ ആൾക്കാരെ നെട്ടിപ്പോണ ഒരു കാര്യമാണ്. എങ്ങനെ ഇത് ഒരു പീസ്ഫുള്ളായിട്ട് ഇത് നടത്താൻ പറ്റുമെന്ന്. ബിക്കോസ് അവിടെ വരണവനൊക്കെ ഓരോരുത്തരും ഓരോ എയിമുണ്ട്. ഓരോ കൊല്ലവും
നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ആദ്യം പോകുമ്പോൾ അധികം ഫോട്ടോഗ്രാഫേഴ്സൊന്നും ഇല്ല. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഓരോ കൊല്ലവും ആയിരക്കണക്കിന് ഫോട്ടോഗ്രാഫേഴ്സാണ് അവിടെ വന്നത്. ആയിരക്കണക്കിന് ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ഫോട്ടോ എടുക്കുകയും ലക്ഷക്കണക്കിന് ഇമേജുകൾ മേക്ക് ചെയ്യുകയും ചെയ്തിട്ടും ഇപ്പോഴും നിങ്ങളിപ്പോൾ ഞാൻ അവിടെ പോയി എടുത്ത ഫോട്ടോനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. മീൻസ് അത് ഈ മറ്റുള്ള ക്രൗഡുകൾ എടുത്ത ഫോട്ടോയിൽ നിന്നും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. ഡിഫറെൻറ്റിന് സാധാരണ ഒരു ഡിഫറൻസ് അല്ല അതിനകത്ത്. ദർ ഇസ് സംതിങ് ഇൻ ദ സ്പീക്കിംഗ് ആണ് ആ ഇമേജസ്. അത് ഫോട്ടോഗ്രാഫിക്ക് എന്നുണ്ടെങ്കിൽ ഒരു തത്സമയമാണുള്ളത്, ഒരു തത്സമയ സംഗതിയാണ്. എന്തുണ്ടെങ്കിൽ ഇത് ഫിസിക്സ് ആയതുകൊണ്ടും അതൊരു ടൈം ക്യാപ്ചറിങ് ആയതുകൊണ്ടും മറ്റുള്ള ഇമേജുകളെ പോലെയല്ല, ഈ പെയിൻറ്റിങ്ങിനെ പോലെയോ സ്കൾപ്ചറിനെ പോലെയോ അല്ല ഇതിൻ്റെ പ്രവർത്തനം. ഇത് സിനിമാ പാട്ടുകൾ പോലത്തെ ഒരു പരിപാടിയാണിത്. ഈ പാട്ടുകൾ പോലെ പോപ്പുലറാണ്. ഏതൊരു മനുഷ്യനും ഇത് കണ്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാവും. അവന് വേറൊരു തരത്തിലുള്ള കൊണറ്റേഷനും അതിന് വേണ്ട. അപ്പം തന്നെ ഇതിനെ പല പല കാര്യങ്ങളിങ്ങനെ മറിഞ്ഞു പോകും വലിയ തരത്തിൽ. അതാണ് ഇതിൻ്റെ ഈ മീഡിയത്തിൻ്റെ ഒരു ഗുണം. അത് ആ മീഡിയം ഇറ്റ് സെൽഫ് ഡിസൈൻഡ് ലൈക്ക് ദാറ്റ്. കൊല്ലങ്ങളുടെ ആലോചനയ്ക്ക് ശേഷമാണ് ഞാനിത് എടുക്കുള്ളൂ. അല്ലാതെ എന്നെ ഇവിടെ കേരളത്തിലൊരു മനുഷ്യൻ പോലും ഒരു ക്യാമറ എടുത്തിട്ട് നടക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവില്ല ആരും. ഞാൻ ക്യാമറയും കൊണ്ട് നടക്കുന്ന ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ ഞാൻ ക്യാമറ എടുക്കുന്ന എന്തെങ്കിലും സംഗതികൾക്ക് വളരെ റെയറായിട്ടേ ഉണ്ടാവുള്ളൂ. ബേസിക്കലി അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു ഭാഗ്യപരീക്ഷകനല്ല ഇതിനകത്ത്. എനിക്ക് വേണ്ട സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ജനറേറ്റ് ചെയ്യും, എന്നിട്ട് ഞാനത് ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് ഞാനത് ഫോട്ടോഗ്രാഫ് ചെയ്യും. അപ്പോൾ ഞാനിതിങ്ങനെ ആലോചിക്കും, ഞാൻ എന്താണ് എനിക്ക് വേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 8 മാസം, ചിലപ്പോൾ 10 മാസം, ചിലപ്പോൾ കൊല്ലങ്ങൾ എടുത്ത ശേഷമാണ് ഞാനത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവുക. എക്സിക്യൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു ജസ്റ്റ് വൺ സ്ട്രെച്ചിൽ ഞാൻ എക്സിക്യൂട്ട് ചെയ്തളയും ഇതിനെ. ബേസിക്കലി അത്രയും നാളത്തെ പരിചയമുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ അങ്ങനെയാണ് അത് ചെയ്യണം. പക്ഷെ എനിക്കിത് ആലോചിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്.